കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്നത് തൊട്ട് മുന്നേ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് 2 മുട്ട വേണം. 2 മുട്ട ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 3 എത്രയാണോ നിങ്ങൾക്ക് വേണമെന്നനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 മുട്ട വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കാം. ആ കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഓംലെറ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ ഒന്ന് ആക്കിയതിന് ശേഷം നല്ല ചൂടായതിന് ശേഷം നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഓംലെറ്റ് ആക്കിയിട്ട് വേവിച്ചെടുക്കാം. ഒരു ഭാഗം ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഇവിടെ 8 പീസായിട്ടാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 8 സ്നാക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് കൂടെ തിക്കായിട്ടാണ് മുട്ട വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് 3 മുട്ട വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി വേറൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചെറിയൊരു കളറിനും ചെറുതായിട്ട് എരിവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അതിൽ കൂടുതൽ ചേർക്കേണ്ട 1/2 ടീസ്പൂൺ തന്നെ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൽ നിന്നൊരു 3 4 ടീസ്പൂൺ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിൽ നിന്നൊരു 4 ടീസ്പൂൺ ഞാൻ വേറൊരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ബാറ്ററാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്ന് തന്നെ എടുത്താൽ മതി. 4 ടീസ്പൂൺ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല കുറച്ചൊക്കെ ഒരു ലൂസ്, എന്നാൽ ഒരുപാട് അങ്ങ് ലൂസ് ആവാൻ വേണ്ട ആ രീതിയിലൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ മുട്ടയുടെ പീസ് എടുത്തിന് ഈ ഒരു ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു മൈദയിൽ മറ്റേ കൈ കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ആ ഒരു ബാറ്ററിലേക്ക് തന്നെ മുക്കുക. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് നല്ലൊരു കോട്ടിംഗ് ആയിട്ട് കിട്ടുള്ളൂ. നല്ല തിക്കായിട്ടുള്ള കോട്ടിംഗ് ആയിട്ട് കിട്ടുള്ളൂ 2 തവണ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ വീണ്ടും ഇതേ സെയിം തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡബിൾ കോട്ട് ആയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് ബ്രോസ്റ്റഡ് മുട്ട കഴിക്കുന്ന ഫീലാണ്. ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പം നമുക്ക് പുറത്തേക്കൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ബ്രോസ്റ്റഡിൻ്റെ പോലെ അതേപോലെ കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇതിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 3 എണ്ണം ഒരുമിച്ചാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ. നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാലും ഒക്കെ മതി. പെട്ടെന്ന് തന്നെ 2 സൈഡും നല്ല വീർത്ത് നല്ല പൊങ്ങി വരും കേട്ടോ ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളിപ്പോൾ ഇത് ആദ്യം തന്നെ കോട്ട് ചെയ്തൊക്കെ വെച്ചാലും ഫ്രൈ ചെയ്തെടുക്കുന്നത് കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേക്കെ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ചൂടോടെ കഴിക്കുമ്പോഴായിരിക്കും കേട്ടോ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മുട്ട പൊരിച്ചതാണെന്ന് ആരെങ്കിലും പറയുമോ? നല്ല അടിപൊളിയായിട്ട് ഫ്ലഫി ആയിട്ട് വന്നതുണ്ടോ. അതുപോലെ പുറമേക്ക് നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ചൂടോട് കൂടെ തന്നെ പ്രത്യേകം കഴിക്കാനായിട്ട് ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന ഏകദേശം ആ ഒരു സമയത്തേക്ക് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോകും. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ചൂടോട് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു സമൂസയുടെ ഒക്കെ ഷേപ്പാണ്. ആരും പറയില്ല ഉള്ളിൽ മുട്ട പൊരിച്ച ഓംലെറ്റ് ആണെന്നൊന്നും ആരും പറയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയാണ് കുട്ടികൾക്ക് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ തയ്യാറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു റെസിപ്പിയായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്